സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം വയനാട് ടൗൺഷിപ്പിനെ പറ്റിയുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്ത അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ് വയനാട് ടൗൺഷിപ്പിനെ പറ്റി പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ കൊങ്ങികളുടെ കൂട്ടത്തിലിരുന്നുകൊണ്ട് കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന സ്മൃതി പരുത്തിക്കുരുവൊക്കെ സംസാരിച്ച കാര്യങ്ങളും, ആ സ്മൃതി പരുത്തിക്കുരുവിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഒരു സംഘടനയായിട്ട് റിപ്പോർട്ടർ ടി വി പുറത്തേക്ക് ഇറങ്ങുകയും LDF ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റിയും LDF ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും നെഗറ്റീവ്ലി വളരെ മോശമായിട്ട് പറയുകയും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ട് ചാനൽ ചെയ്യുന്ന തോന്നിവാസങ്ങളും ഒക്കെ കണ്ടിരുന്നു. നമ്മളിതെല്ലാം ചർച്ച ചെയ്യുകയുണ്ടായി. എന്തായിരുന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ അജണ്ട എന്നും എന്തായിരുന്നു റിപ്പോർട്ടർ ചാനൽ മുന്നിലേക്ക് നിൽക്കുന്നതെന്നും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതായത് സ്മൃതി എന്ന് പറയുന്ന തൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെ തങ്ങളുടെ ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിനെ ഇടത് സൈബർ ഇടങ്ങളിൽ അല്ലെ ഇടതുപക്ഷത്തിൻ്റെ വലിയ അനുഭവമുള്ള സൈബർ പോരാളികൾ വലിയ രീതിയിൽ അവരെ വന്ന് അവഹേളിക്കുന്നു, അല്ലെ അവർക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നു, അല്ല അവർ പറഞ്ഞൊരു പരാമർശത്തിനെതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കുന്നു എന്നൊക്കെ കണ്ടപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, ഒരു സഹജീവി മനോഭാവം അല്ലെങ്കിൽ പ്രവർത്തകരോടുള്ളൊരു സ്നേഹം എന്നോണം ഈ പറയുന്ന റിപ്പോർട്ടർ ടി വിയും അവരുടെ സംഘങ്ങളും ഒക്കെ രംഗത്തേക്ക് വരുന്നു. അങ്ങനെ വന്നുകൊണ്ട് തന്നെയും പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതിന് ലോകത്തിൻ്റെ അല്ലെ കേരളത്തിൻ്റെ നാനാവിധ ഭാഗങ്ങളിൽ നിന്നും അല്ലെ ഒരുപാട് കോണുകളിൽ നിന്നും പല രീതിയിലുള്ള പരാമർശങ്ങളാണ് സ്മൃതീഷിനെതിരെ വന്നത്. ഇതിൽ സ്മൃതിയെ സപ്പോർട്ട് ചെയ്യുന്ന കൊങ്ങികളുടെ ഒരു കൂട്ടം വേറെയും ഉണ്ട് കേട്ടോ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ വയനാട് ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും അട്ടിമറിയായിരുന്നുവെന്നും ആ വയനാട് ടൗൺഷിപ്പിൽ ഇടതുപക്ഷ സർക്കാർ നിർമ്മിച്ചിരിക്കുന്ന വീടുകളിലെല്ലാം വിള്ളലാണ്, ആ വീടുകളിലെല്ലാം വെള്ളം ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീട്ടുടമസ്ഥനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സംഘികൾ അല്ലെങ്കിൽ കൊങ്ങികൾ അല്ലെങ്കിൽ കമ്മികളിൽ ചില ആളുകളൊക്കെ കളിച്ചത്. അതിൽ രാജൻ എന്ന് പറയുന്ന റവന്യൂ മിനിസ്റ്ററിനെ പറ്റി വളരെയധികം മോശമായിട്ട് സംസാരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്താണ് രാജൻ മിനിസ്റ്റർ എന്നും എങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെ ആവേണ്ടത്, എങ്ങനെ ഒരു പ്രതിനിധി ആവണം എന്നുള്ളതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ ഒരു രാജൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, അല്ലെ ഒരു മിനിസ്റ്റർ അല്ലേ. അദ്ദേഹം ആ മനുഷ്യർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന രാഷ്ട്രീയ പദവി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയത്തിലുള്ള ഒരു സാന്നിധ്യമോ അല്ലെങ്കിൽ അതിലുള്ള വിലയോ ഒന്നും വെച്ചുകൊണ്ടല്ല അവരോട് പെരുമാറിയിരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് അവരിൽ ഒരാളായിട്ട് ഇറങ്ങി ചെന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു നല്ലൊരു നേതാവിനെ തന്നെയാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരിടത്ത് ഈ രാജൻ മന്ത്രിയെപ്പറ്റി പല പരാമർശങ്ങളും വൃത്തികെട്ട പരാമർശങ്ങളാണ് പലയിടങ്ങളിൽ വന്നത്. അതിൽ ചാണ്ടിയുമ്മൻ്റെ പരാമർശം, സ്മൃതീഷൻ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ കേട്ടു, അതൊക്കെ നമ്മൾ പറയാനുള്ള മറുപടിയും കൊടുത്തു. അതിൽ ചാണ്ടിയുമ്മൻ പറയാൻ പാടില്ലായിരുന്ന ഒരു കാര്യം, അച്ഛൻ്റെ ഈ പറയുന്ന അച്ഛൻ്റെ മരണത്തിൽ കൂടി കിട്ടിയ ഒരു MLA പദവി അതും എടുത്തു വെച്ചുകൊണ്ട് ചാണ്ടിയുമ്മൻ പറഞ്ഞത് കൂലിപ്പണി രാജൻ എന്നാണ്, അല്ലെ കൂലിപ്പണിക്കാരൻ രാജൻ, നമുക്ക് വയനാട് നിന്നോ അല്ലെ പാലക്കാട് നിന്നോ ഒരു കൂലിപ്പണിക്കാരനെ കിട്ടി എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ചാണ്ടിയുമ്മൻ പറഞ്ഞത്. അത് പറയാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത വെറും വൃത്തികെട്ടവനാണ് ചാണ്ടിയുമ്മൻ എന്നുള്ളൊരു കാര്യം ഞാൻ ആ സമയത്തും പറയുകയുണ്ടായി. അപ്പം അങ്ങനെ ആ ഒരു കളിയാക്കലിന് ഒരു മറുപടി എന്നോണം രാജൻ മിനിസ്റ്റർ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിട്ട് ഒരു കൂലിപ്പണിക്കാരനെന്ന് എന്നെ വിളിക്കുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഈ സർക്കാർ എന്നെ ജയിപ്പിച്ച അല്ലെ ഈ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ വയനാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ, അല്ലെ ഒരു റവന്യൂ മിനിസ്റ്ററായിട്ട് ഞാൻ വന്ന് നിൽക്കുമ്പോൾ എന്നെ ആരും മുതലാളി എന്ന് വിളിച്ചില്ലല്ലോ. ആ ഒരു കാര്യത്തിൽ അല്ലെ ഒരു അഴിമതി വീരനെന്നോ പെണ്ണുപിടിയനെന്നോ അല്ലെ മ്ലേച്ഛമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നവനെന്നോ ഒരിക്കലും ഒരാളും വിളിച്ചിട്ടില്ലല്ലോ. എനിക്ക് ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അഭിമാനമേ ഉള്ളൂ. എന്നെ ഒരു കൂലിപ്പണിക്കാരനെന്ന് നിങ്ങൾ വിളിച്ചാൽ എനിക്കത് ഒരുപാട് സന്തോഷമാണെന്നാണ് ആ ഒരു മിനിസ്റ്റർ പറഞ്ഞത്. മനസ്സിൽ കളങ്കമില്ലാത്ത അല്ലെങ്കിൽ മനസ്സിൽ നന്മയുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ ശ്രദ്ധേയമായിട്ട് കാണണം. ഞാൻ എന്തായാലും പലപ്പോഴും ഞാനിത് പറയുമ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ വയനാട് ടൗൺഷിപ്പിൽ ഈ രാജൻ മിനിസ്റ്റർ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് വാരിക്കൊണ്ടിരുന്ന ഒരു കാഴ്ച എന്നൊക്കെ ഉള്ളത്. അത് ഞാൻ നിങ്ങളെ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് എന്തായാലും ബാക്കി വീട്ടിലേക്ക് പോകാം. കണ്ടില്ലേ, ആ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതി സാധ്യമാക്കി കൊടുത്തതിന് ആ നാട്ടിലുള്ള വയനാട്ടിലുള്ള ജനങ്ങളുടെ സ്നേഹപ്രവാഹം അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിസ്റ്ററിനെ ചേർത്ത് പിടിക്കുന്ന രീതിയാണോ ഇത്? ഇത് ശരിക്കും അവരിൽ ഒരാളായി അവർക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചതിന് ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ്. എങ്ങനെയാണ് സംയമനത്തോടെ ഉത്തരവാദിത്വത്തോടെ ആത്മബലത്തോടെ നേരിടേണ്ടത് എന്നതിന് ചൂരൽമലക്കാർക്ക് പറയാൻ മറ്റൊരു പേരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു പൊതുപ്രവർത്തകൻ ജനങ്ങളോടൊപ്പമാവുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ ആ ജനം തിരിച്ച് സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന, തന്റെ വീട്ടിലെ ഒരംഗത്തെ പോലെ കരുതുന്ന ഒരാൾ. ആദരണീയനായ മന്ത്രി കെ രാജൻ നൽകിയ ഈ കരുതൽ വയനാട്ടുകാർ, പ്രത്യേകിച്ച് മലയാളികൾ, ഒരു കാലവും മറക്കില്ല.
കണ്ടില്ലേ? ഒരു മന്ത്രിയെയാണ് ഈ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരെല്ലാവരും നിൽക്കുന്നതെന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മൾ പലപ്പോഴും പല സിനിമകളിലും റിയൽ ലൈഫിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരു നിവേദനം കിട്ടിക്കഴിഞ്ഞാൽ ആ നിവേദനം കിട്ടുമ്പോൾ അതിങ്ങനെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അതിങ്ങനെ വലിച്ചു ചുരുട്ടി ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ട് പോകുന്ന ചില മന്ത്രിമാരെ, അങ്ങനെയുള്ള മന്ത്രിപുത്രന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഈ മന്ത്രി രാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശരിക്കും ഒരു മാതൃക തന്നെയാണ്. കേവലം ഒരു ദിവസം കൊണ്ട് വന്നിട്ട് ആ വയനാട്ടിലെ വീട്ടിൽ ആ ജനങ്ങൾക്ക് വേണ്ടി വീട് വെച്ച് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രഹസനത്തിന്റെ പേരിൽ അവിടെയുള്ള ആളുകൾ കെട്ടിപ്പിടിക്കുന്നതല്ല, അല്ലെ അവരെ സ്നേഹിക്കുന്നതല്ല നിങ്ങൾ കാണുന്നത്. അവരോടൊപ്പം അവരൊരു ആപത്തിൽപ്പെട്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് ആ ജനങ്ങൾ ഈ രീതിയിൽ ചേർത്ത് പിടിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയുള്ളൊരു മന്ത്രിയെ എന്തിനാണ് ഇങ്ങനെ അപവാദോ അപരാധോ അവഖ്യാതികളോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ പല കാരണങ്ങളും കിട്ടും. ആ പല കാരണങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. രാഷ്ട്രീയത്തിൽ പല കാരണങ്ങളുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ നല്ലത് എന്നൊരു മനുഷ്യനെ താറടിച്ച് കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈ ഒരു രീതിയോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഞാൻ എന്താണ് ഈ ഒരു വീഡിയോ വന്നതിൻ്റെ കാരണമെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. ആ കാര്യത്തിലേക്കൊന്ന് പോയിട്ട് ഇനി നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരും. ഇതെന്തായാലും നിങ്ങളെ കാണിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. അത് ഞാൻ കണ്ട പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. മുണ്ടക്കൈ ചൂരൽമല മുസ്ലിം ലീഗ് ഭവന പദ്ധതി കയറ് താമസം ഏപ്രിൽ 27. അതായത് മുസ്ലിം ലീഗ് അവർക്ക് വീട് വെച്ച് നൽകിയിട്ട് കുറച്ച് ആളുകൾക്ക് വീട് വെച്ച് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കയറി താമസം ഏപ്രിൽ 27 പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിനെ വീണ്ടും പങ്കുവച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നൽകിയ വീടുകളിൽ കയറി താമസം പദ്ധതി പ്രദേശത്തേക്ക് പൊതുജനങ്ങൾക്കോ പാർട്ടി പ്രവർത്തകർക്കോ പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല, സ്വകാര്യത മാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുകയാണ്. ഇതെന്തിനാണ് ശരിക്കും റിപ്പോർട്ടർ ചാനൽ ഈ രീതിയിൽ ഒരു പോസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തക്കതായിട്ടുള്ള മറുപടി കിട്ടി. അത് വയനാട്ടിലെ ജനങ്ങളടക്കം കൂടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നൗഫലടക്കം പല ആളുകളും അതിനെതിരെ സംസാരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ നൗഫൽ ഇവർക്കെതിരെ സംസാരിച്ചത് കൊണ്ട് തന്നെയും ഇവർക്ക് വേറെ നിക്കക്കള്ളിയില്ല. അതായത് വയനാട്ടിലെ എനിക്ക് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ തരുന്ന വീട് മതി, എനിക്ക് വേറെ അല്ലാതെ UDF തരുന്ന വീട് വേണ്ട എന്നുള്ളത് നൗഫൽ തന്നെ പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് വലതുപക്ഷത്തിന് പറ്റിയത്? ഒരു വലിയ അടിയല്ലേ? അതായത് നൗഫലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കാമെന്ന് വിചാരിച്ച് വന്നവന്മാരാണ്. ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത ഒരു എന്താ പറയുക ആണത്തമില്ലാത്തവന്മാർ. പക്ഷേ നൗഫൽ കൂടി കാല് മാറിയതോടുകൂടി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ആ നൗഫലിൻ്റെ സഹോദരനായിട്ടുള്ള നൗഷാദ് കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയുന്ന ഒരു കാഴ്ചയൊക്കെ ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലേ. അതായത് ഈ വയനാട്ടിലെ വീട്, ആ വീട്ടിലൊരു വിള്ളലോ ആ വീട്ടിലൊരു ചോർച്ചയോ ഒന്നുമില്ല, ഇത് കോൺഗ്രസ് എൻ്റെ അനിയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ നാടകമാണെന്നുള്ള അദ്ദേഹം പറയുകയുണ്ടായി. ഇന്നിപ്പോൾ ഈ മുസ്ലിം ലീഗ് വീട് വെച്ച് നൽകിയെന്ന് പറയുന്ന ഒരു വാർത്ത എടുത്തുകൊണ്ട് വരുമ്പോൾ പല ആളുകളും ചിന്തിക്കും, മുസ്ലിം ലീഗിന് കേരളത്തിലെ ഭരണം കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്യില്ലേ? ഇത്രയും നാളായിട്ടും ഇടതുപക്ഷം പറഞ്ഞ വീടുകൾ എന്താ ഇടതുപക്ഷം പണിത് നൽകിയില്ല? അല്ലെങ്കിൽ ഇടതുപക്ഷം പറഞ്ഞിട്ട് ഇതുവരെയും വീടുകൾ നിർമ്മിച്ച് നൽകാനായിട്ട് എന്തുകൊണ്ട് ഇടതുപക്ഷം മുന്നിലേക്ക് നിൽക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ പലരും വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇടതുപക്ഷം പറഞ്ഞിരിക്കുന്ന വീട് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ മറുപടിയുണ്ട്. ഓൾറെഡി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യം നമുക്കറിയാം. അതായത് ഒരു വീട് വെച്ച് നൽകുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കേവലം വീട് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം അവർക്കെല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം മാത്രമല്ല, നമ്മുടെ അടുത്ത് വയനാട്ടിലെ ആ ദുരന്ത ബാധിതർ വന്ന് പറഞ്ഞത്, സാർ ഞങ്ങൾക്ക് വീട് വെച്ച് നൽകുമ്പോൾ ഓരോരുത്തർക്കായിട്ട് നൽകാതെ ഞങ്ങളെ എല്ലാ ആളുകളെയും കൂടി ഒരൊറ്റ കുട കീഴിൽ ഒരേ ദിവസം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പാല് കാച്ചി കയറി കിടക്കാൻ സാധിക്കുന്ന വിധം അങ്ങനെ വേണം ഞങ്ങൾക്ക് വീട് നൽകാനെന്നാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും ഒറ്റ മനസ്സും ഒറ്റ ശരീരവുമായിട്ട് ഒരുമിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. ഈ ഒരു വലിയ മഹാമാരി വന്ന് ഈ ഒരു വലിയൊരു ആപത്തുണ്ടായപ്പോഴും ഞങ്ങൾ അതിനെയെല്ലാം അതിജീവിച്ചവരാണ്. ഞങ്ങൾക്ക് കയറി താമസിക്കുമ്പോഴും ഒരേപോലെ എല്ലാവർക്കും ഒരുപോലെ താമസിക്കണം. അത് 178 വീടുകളാണെങ്കിൽ ആ 178 വീടുകളുടെയും പാലുകാച്ചൽ ഒരേ ദിവസം തന്നെ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് ആ മന്ത്രിയോട് അല്ലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളോട് എല്ലാവരും പറഞ്ഞത്. ആ ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് അല്ലെ അതിനെ മാനിച്ചുകൊണ്ട് ആ ഒരു അഭിപ്രായത്തിനോടുള്ള ഒരു മാന്യത കൊണ്ട് ഇടതുപക്ഷ സർക്കാർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ. പല വീടുകളുടെയും പണികൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില വീടുകളുടെ പണികൾ ഇനിയും നടക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. എന്തായാലും ജൂൺ മാസങ്ങളൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പണികൾ കഴിയുമെന്നൊക്കെയാണ് നമ്മൾ വാർത്തകളിൽ കണ്ടത്. ഞാനപ്പോൾ വേറൊരു വീഡിയോ കൂടി കാണാനിടയുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ചേർത്ത് വെക്കണം. എപ്പോഴും കൊങ്ങികൾ പറയുന്നത് മാത്രമാണ് സത്യം നമ്മൾ പറഞ്ഞാൽ പോരല്ലോ. അപ്പം ഞാൻ കണ്ടത് ആ ഒരു വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ പോയ ഒരാൾ ഈ മാധ്യമങ്ങൾക്ക് നൽകുന്ന ഒരു വാർത്തയിൽ പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറുന്നുണ്ട്. ആ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഏറെ വൈകാരികമായിട്ട് അല്ലെങ്കിൽ വികാരഭരിതനായിട്ടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർക്കാർ ഇവിടെ ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങൾ സാധ്യമാവുകയുള്ളൂ, ഈ സർക്കാർ തന്നെ ഇനിയും വേണമെന്നാണ് അദ്ദേഹം എടുത്ത് പറയുന്നത്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ഗവൺമെന്റ് ഈ ഗവൺമെന്റ് വന്നാലേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ.
ഈ ഗവൺമെന്റ് സന്തോഷം കൊണ്ട് തന്നെ കാണുമ്പോ ഭയങ്കര കണ്ണെല്ലാം നിറഞ്ഞല്ലേ. ഇത് കാണുമ്പോ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റാ. വിരിപ്പിച്ച സംഭവം ഫുള്ളായിട്ട് നമ്മളിവിടെ കാണിക്കണ്ടേ ഇല്ലേ? ഇത്രയും ഇനിയിപ്പോ എത്ര വീടുകൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ, അവിടെ അത്രയും വർക്ക് നടന്നുകൊണ്ടിരിക്കണ്ടേ. അപ്പൊ ഈ സംഭവം തന്നെ വീണ്ടും വരട്ടെ, ഇവരെല്ലാം വീണ്ടും വരണം. 3.0 എന്ന് പറഞ്ഞതിന് അത് മസ്റ്റായിട്ട് വരണം അല്ലേ? അത് വന്നാലേ സംഭവം ബാക്കിയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നമ്മളെ ബാക്കിൽ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം നമുക്ക് കിട്ടും. കണ്ടില്ലേ, ന്യൂസ് മലയാളത്തിന് അയാൾ കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടിലാണ് അങ്ങനെ പറയുന്നത്. ഈ സർക്കാർ വന്നെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ, ഈ സർക്കാർ തന്നെ ഇനിയും വരണമെന്നാണ് അയാൾ പറയുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളെ കാണിച്ചിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് മന്ത്രി രാജൻ്റെ അടുത്ത്, റവന്യൂ മന്ത്രി രാജൻ്റെ അടുത്ത് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി നിങ്ങൾ സാധ്യമാക്കിയത്, എന്തൊക്കെ വെല്ലുവിളികളാണ് നിങ്ങൾ നേരിട്ടെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ഞാനതോടെ കാണിച്ചു തരാം. ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു മന്ത്രി എന്നാണ് കേരളം മുഴുവൻ ഇപ്പൊ രാജമിനിസ്റ്ററെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ പണിത് വെച്ചിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ എന്തായിരുന്നു മന്ത്രിസഭയുടെ ധൈര്യം? എന്ത് ധൈര്യത്തിലാണ് ഇത് ഏറ്റെടുക്കുന്ന ഒരു കാര്യം എന്ന് പറയാൻ പറ്റും? ഞാൻ ജൂലൈ 30 അർദ്ധരാത്രി 12:30 മണിക്ക് ശേഷം മേപ്പാടി ആസ്ട്ര ആശുപത്രിയിൽ ഹൃദയം തകർന്നു നിൽക്കുന്ന ഒരു നേരത്ത് അംഗവൈകല്യങ്ങൾ വന്നവര്, നഷ്ടപ്പെട്ടവര്, മക്കളെ അന്വേഷിക്കുന്നവര്, മുട്ടുകുത്തിയിരുന്ന് നിലത്ത് മൃതശരീരങ്ങൾ നോക്കുന്നവര്, ആ നേരത്തൊരു പെൺകുട്ടി എനിക്കൊരു സന്ദേശം അയച്ചു വാട്സപ്പിൽ. ഇത് ഉദ്ഘാടനം ചെയ്യുന്ന നേരം വരെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 3 വരികളേ ഉള്ളൂ ആ സന്ദേശത്തിൽ. അതിങ്ങനെയാണ്: സാർ, ചൂരൽമലയിലെ ചിത്രങ്ങൾ കണ്ട് കരട് പിടയുകയാണ്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായ ഒരു അമ്മ വെളിപ്പാടകലെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ആ പെൺകുട്ടി എഴുതിയ വാട്സപ്പ് സന്ദേശം. അതാണ് ഞങ്ങളുടെ ധൈര്യം. ഈ കേരളത്തിൽ ഒരു ദുരന്തം ഉണ്ടായാൽ, ഒരു കുഞ്ഞിന് മുല കിട്ടുന്നില്ല എന്ന് കേട്ടാൽ, ഒരു നാട് തകർന്നു എന്ന് കേട്ടാൽ, എത്ര പേര് ഈ ഗവൺമെന്റിനെ ആക്രമിച്ചാലും ഈ ഗവൺമെന്റിനോടൊപ്പം നിൽക്കാൻ മലയാളം പൂർണ്ണമായിട്ടുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ പണി ഞങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങൾ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത് ഈ വീടുകളിൽ പണിത് ഓരോ ഘട്ടങ്ങളിലും ഞങ്ങളുടെ ഹൃദയ വികാരങ്ങളുണ്ട്. ഇഷ്ടികയും സിമെന്റും മാത്രമല്ല, ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ വികാരവും ഉണ്ട്. ഈ ഞങ്ങളുടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ അല്ല, നമ്മൾ മലയാളികളുടെ 3.25 കോടി മൂക്ക് താഴോട്ട് നീണ്ട മുഴുവൻ മലയാളികളുടെയും ഹൃദയവികാരം കൊണ്ട് പണിതാണ്. ഇതിനെ തോൽപ്പിക്കാൻ ആരെങ്കിലും പിന്നെ തെറ്റായ വാക്ക് പറഞ്ഞാലോ അനാവശ്യം വിളിച്ചു പറഞ്ഞാലോ ഞങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. നമ്മുടെ പ്രശ്നം മുഴുവൻ ആളുകൾക്കും വീട് കിട്ടണം. അവരുടെ ജാതിയില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, പ്രശ്നമില്ല. അവർ ദുരന്ത ബാധിതരാണ്. അവർക്ക് ഏത് വിധേനയും കിട്ടും. അതാണ് ഞങ്ങളുടെ ഹൃദയ സംസാരത്തിൽ. ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു കണ്ടില്ലേ, ഹൃദയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു മന്ത്രി എന്നുള്ളൊരു പേര് കിട്ടിയ ഒരാൾ തന്നെയാണ് കെ രാജൻ എന്ന് പറയുന്ന മന്ത്രി. ആ മന്ത്രിയുടെ അടുത്ത് മാധ്യമപ്രവർത്തകർ എന്തായിരുന്നു ഇതിന് മുന്നിലേക്ക് വരാനുള്ള ധൈര്യം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മനുഷ്യനെ പറ്റിയാണ് സ്മൃതീഷന്റെ കൂട്ടത്തിലുള്ള കൊങ്ങികളടക്കമുള്ള ആളുകൾ വന്നുകൊണ്ട് കൂലിപ്പണിക്കാരനെന്നും കിളിപോയ മന്ത്രി എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ വീട്ടുടമയായിട്ടുള്ള നൗഫലിനെ കൊണ്ട് പല അപരാധങ്ങളും പറയിപ്പിച്ചത്. എന്നിട്ട് ഇപ്പോൾ നൗഫൽ എന്തായി? നൗഫൽ നൈസായിട്ട് കാലുമാറി ഈ കൊങ്ങികൾക്ക് കിട്ടാനുള്ള വലിയൊരു അടി കിട്ടുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു കണ്ടെത്തലുമായിട്ട് ഇവർ പുതിയ കളികളുമായിട്ടൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പല പരാമർശങ്ങളും പല പ്രഖ്യാപനങ്ങളും ഒക്കെ ആയിട്ട് പല കോണുകളിൽ ഇരുന്നുകൊണ്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ വന്നാലും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഈ നാട്ടിൽ ഈ ഇടതുപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഇവർ ഈ ഇടതുപക്ഷം ഇവിടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് നേടാൻ സാധിക്കുമെന്നുള്ളത്. അവിടെ പോയി കണ്ട ഒരു വിസിറ്റർ ആ ഒരു കാര്യത്തെപ്പറ്റി പറയുന്നൊരു കാര്യം നിങ്ങൾ കേട്ടു. അതായത് എന്ത് വന്നാലും ഞങ്ങളുടെ പിന്നിൽ ഒരാളുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ ഒരാളുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഇവരെ പോലെയുള്ള ആളുകൾ വരുമ്പോഴാണ്. അതിന് ഈ ഒരു ഇടതുപക്ഷം തന്നെ ഇവിടെ വേണം. 3.0 എന്ന് പറയുന്നത് സാധ്യമായെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ച് വേറൊന്നുമല്ല, ഇങ്ങനെ ഇരട്ടത്താപ്പുകൾ കാണിക്കുന്ന വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ വൃത്തികെട്ട വിദ്വേഷ ആഹ്വാനത്തിനൊക്കെ മുന്നിലേക്ക് നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് കാണണം. ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിലെ ഈ ഒരു സർക്കാർ. ഇങ്ങനെയുള്ളൊരു സർക്കാർ ഉണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള ഈ കാര്യങ്ങൾ ഈ രീതിയിൽ പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ മെഴുകലുകളുമായിട്ട് വന്നിട്ടൊന്നും ഒരു പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അതിനെ വൃത്തികെട്ട പരാമർശങ്ങളുമായിട്ടൊക്കെ കറ പൂശാനും അല്ലെ കളങ്കപ്പെടുത്താനും ഒക്കെ ഇവന്മാർ ശ്രമിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ കോണിൽ കിടന്ന് ശ്രമിച്ചാലും അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും മുസ്ലിം ലീഗ് പണിത് കൊടുത്ത വീടും മുസ്ലിം ലീഗ് പണിത് കൊടുത്ത ആ പേരിൽ തന്നെ പോകും. ഇടതുപക്ഷ സർക്കാർ കൊടുക്കാൻ പോകുന്നൊരു വലിയൊരു ഗ്രാമം അല്ലെ വലിയൊരു സാമ്രാജ്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ടൗൺഷിപ്പ് എന്ന് അതിന് പറയുന്നുണ്ടെങ്കിലും അതൊരു വലിയ സാമ്രാജ്യം തന്നെയാണ്. 178 വീടുകൾ ആദ്യഘട്ടമായിട്ട് നിർമ്മിച്ച് നൽകുന്നു. പിന്നീട് വരും ദിവസങ്ങളിൽ അല്ലെ വരും സമയങ്ങളിലായിട്ട് വേറെയും കുറേ അധികം വീടുകൾ അവിടെ വരാനുണ്ട്. അപ്പോൾ അതിനകത്തുള്ള അവർക്ക് ദിനപത്ത അടക്കമുള്ള ഒരുപാട്
ഒരുപാട് കാര്യങ്ങൾ ഇടതുപക്ഷ സർക്കാർ നോക്കിയും കണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ നാട്ടിലെ മാധ്യമ പാപ്പരാസികൾ അല്ലെ മഞ്ഞപ്പത്രത്തിൻ്റെ പണിയെടുക്കുന്ന വൃത്തികെട്ടവളുമാരും വൃത്തികെട്ടവന്മാരും ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതൊന്നും അവിടെ സംഭവിക്കുന്നേ ഇല്ല, അവിടെ സംഭവിക്കുന്നതെല്ലാം വേറെ കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകാനും ഒക്കെ വരുമ്പോൾ ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് മനസ്സിലാവുമ്പോൾ അല്ലെ കാണുമ്പോൾ വളരെയധികം സങ്കടമാണ്. എന്തായാലും ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. മാധ്യമങ്ങൾ പറയുന്നത് എല്ലാമാണ് ശരിയല്ല, മാധ്യമങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടപ്പ് കീറുമെന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. നല്ലത് ചെയ്യുന്നവരെ എപ്പോഴും നമ്മൾ പൊക്കിക്കൊണ്ട് തന്നെ നടക്കണം. മോശം ചെയ്യുന്നവരെയോ അതേ സമയം തന്നെ നമ്മൾ ചീത്ത പറയുകയും ചെയ്യണം. ഈ മോശം ചെയ്യുന്ന ആളുകൾ നല്ലത് ചെയ്താൽ അവരെ പറ്റിയും നല്ലത് പറയണം. എന്നാൽ അതും ഇതും കണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം കണ്ടിട്ട് അത് കണ്ണടച്ചുകൊണ്ട് ഇതാണ് നല്ലതെന്ന് പറയുന്ന ആ തന്തയ്ക്ക് പറക്കാഴിക അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ.